ദുൽഹിജ്ജ മാസം ശ്രേഷ്ഠതയിൽ റമളാനിലെ അവസാന 10 കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾക്കാണ്. ഇത് തുഹ്ഫത്തുൽ മുഹ്താജിൽ കാണാം. പ്രധാന സുന്നത്തുകൾ: 1. സൂറത്തുൽ ഫജ്ർ. ആദ്യ 10 ദിനങ്ങളിൽ സൂറത്തുൽ ഫജ്ർ ഓതൽ സുന്നത്തുണ്ട്. ഫത്ഹുൽ മുഈനിൽ ഇത് കാണാവുന്നതാണ്. 2. സ്വദഖ. ആദ്യ 10 ദിനങ്ങളിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത പ്രസ്തുത ദിവസങ്ങൾക്കാണെന്ന് തുഹ്ഫയിലും ഫത്ഹുൽ മുഈനിലും കാണാവുന്നതാണ്. 3. നോമ്പ്. ദുൽഹിജ്ജ 1 മുതൽ 9 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ളതാണെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാവുന്നതാണ്. 4. തക്ബീർ. ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാൾ ദിവസത്തെ മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയിലെ ഏതു പ്രായത്തിലുള്ള മൃഗത്തെ കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് ഒറ്റത്തവണ പറയുന്നത് സുന്നത്താണ്. ആ വർഷം ബലി അറുക്കാനുള്ള മൃഗത്തെ കാണുമ്പോൾ മാത്രമല്ല ഈ തക്ബീർ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ബലിപ്പെരുന്നാളിൻ്റെ മഗ്രിബിനു ശേഷം ഈ സുന്നത്തില്ല. ഹാഷിയത്തുൽ ജമലിൽ ഇത് കാണാവുന്നതാണ്. ഉച്ചത്തിലാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്. 5. ബലി നടത്താൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ്ജ 1 മുതൽ അത് നിർവഹിക്കും വരെ തൻ്റെ ശരീരത്തിലെ നഖം, മുടി, രോമം, രക്തം തുടങ്ങിയവയൊന്നും നീക്കം ചെയ്യുന്നത് കറാഹത്താണ്, ഹറാമാണെന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ അനിവാര്യ ഘട്ടത്തിൽ കറാഹത്തില്ല. മറ്റൊരു കാര്യം, അറഫ ദിവസം അഥവാ പെരുന്നാളിൻ്റെ തലേ ദിവസം അറഫ, അന്നത്തെ സുബഹി മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അന്ന് തുടങ്ങി അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അസ്ർ വരെ ഈ സുന്നത്തുണ്ട്. അത് ഫർള്, സുന്നത്ത്, ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരം, മയ്യത്ത് നിസ്കാരങ്ങൾ ഇവക്ക് ശേഷമൊക്കെ ഈ തക്ബീർ സുന്നത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുഹൃതങ്ങൾ ചെയ്യുവാനും അതിലൂടെ അവനിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള തൗഫീഖ് സാധുക്കളായ നമുക്കൊക്കെ നൽകുമാറാവട്ടെ.